നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നാട്ടുപോരിലേക്ക് സ്വാഗതം. ഇന്ന് തിരൂർ ബ്ലോക്ക് ഉൾപ്പെട്ട പ്രദേശത്തെ തിരഞ്ഞെടുപ്പാണ് ഞങ്ങളൊന്ന് ചർച്ച ചെയ്യുന്നത്. ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ മനസ്സുകൾ എന്തൊക്കെയാണുള്ളത്, ഈ തിരഞ്ഞെടുപ്പിലേക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സുകളിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇവിടെ നടത്തുന്നത്. ഇവിടെ സ്ഥാനാർത്ഥികളൊക്കെ ഇപ്പോൾ അവസാനത്തെ ലാപ്പിൽ ഇങ്ങനെ സ്ഥാനാർത്ഥികൾ വോട്ട് ഉറപ്പിക്കാനുള്ള അത്ര പാടിലാണ്. വളരെ പ്രചാരണമൊക്കെ കൊഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഈ ചർച്ച ഇവിടെ ആരംഭിക്കാം. ഈ ചർച്ചയിൽ ജനപ്രതിനിധികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് പ്രതിനിധികളായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവിടെ LDFിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ ഉള്ളത് ബഹുമാന്യായ K മുഹമ്മദ് ഫിറോസാണ്. CPM ഏരിയ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. സ്വാഗതം. മറ്റൊന്ന് ശ്രീ PK കമറുദ്ദീൻ UDFിൻ്റെ പഞ്ചായത്ത് കൺവീനറാണ്. സ്വാഗതം. മറ്റൊന്ന് ശ്രീ PK ബാബുരാജ് കർഷക മോർച്ച വെസ്റ്റ് ജില്ലാ സെക്രട്ടറിയായി NDA പ്രതിനിധിയായിട്ട് അദ്ദേഹമുണ്ട്. മൂന്ന് പേരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഒപ്പം പ്രേക്ഷകരെയും. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ പുതിയൊരു കഴിഞ്ഞ 5 വർഷം ഒരു വികസന ചർച്ചകളാണ് ഇവിടെ നടക്കുക. അതോടൊപ്പം നിങ്ങളിപ്പോൾ ഭരണം ലഭിച്ചിരുന്ന നമ്മളെ ഈ പ്രദേശത്തെ പഞ്ചായത്തുകൾ കൂടുതലും ഭരിക്കുന്നത് LDF ആണ്. ഇപ്പോൾ ഒരു 6 പഞ്ചായത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ 4 പഞ്ചായത്തുകളിലും ഭരണം LDFിനാണ്. നിങ്ങൾ ഈ ഒരു ഭരണത്തിൻ്റെ ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ എന്താണ് ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള അവകാശവാദങ്ങൾ എന്തൊക്കെയാണ്, അത് ചുരുക്കി പറയാം. ഈ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ നാട്ടിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്തും നടക്കില്ല എന്ന് കരുതിയിരുന്ന ദേശീയപാത 66ൻ്റെ വികസനവും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും ഉൾപ്പെടെ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന വൻകിട പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വൻകിട പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് വികസനം എന്ന് പറയുന്നത് എന്താണ്? ഈ തെരഞ്ഞെടുപ്പിലും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് വികസനം എന്ന പദമാണ്. വികസനം എന്ന് പറയുന്നത് കേവലം വൻകിട പദ്ധതികൾ നടപ്പിലാക്കുന്നത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം മെച്ചപ്പെടുമ്പോഴാണ് ഒരു നാട് വികസിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുക. അതിലെ സുപ്രധാനമായ നാഴികക്കല്ലുകളാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ഭരണത്തിൽ കേരളത്തിലുണ്ടായത്. നമുക്കറിയാം, 64 ലക്ഷം പേരാണ് കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ. ഈ ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ 2000 രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഈ 2000 രൂപ ക്ഷേമ പെൻഷൻ പദ്ധതി 1980 ആരംഭിച്ചത് മുതൽ ഇങ്ങോട്ട് കേവലം 100 രൂപ മാത്രമാണ് UDFിൻ്റെ സംഭാവനയായിട്ടുള്ളത്. അതിൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 18 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നു. ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന സമയത്ത് 600 രൂപയുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ ഇന്ന് 2000 രൂപയിലെത്തി നിൽക്കുന്നു. 30 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ എന്നുള്ളത് 64 ലക്ഷത്തിലേക്ക് എത്തി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള 35 ലക്ഷം സ്ത്രീകൾക്ക് 1000 രൂപ പ്രതിമാസ പെൻഷൻ പദ്ധതി നമ്മുടെ നാട്ടിൽ പ്രഖ്യാപിക്കുന്നു. ഒട്ടേറെ പദ്ധതികളുമായിട്ടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പുമായി ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്. UDF എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? എങ്ങനെയാണ് ജനങ്ങളോട് എന്ത് അവകാശവാദങ്ങളാണ് UDFിന്? കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണമെടുത്താൽ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള യാതൊരു വികസന പ്രവർത്തനവും ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിലുണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ്. പിന്നെ പ്രിയ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചതിൽ ദേശീയപാത വികസനം പറഞ്ഞത്, ഈ ദേശീയപാത വികസനത്തിൽ ഈ 10 വർഷങ്ങൾക്ക് മുമ്പ് MK മുനീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ എക്സ്പ്രസ് ഹൈവേ വന്നപ്പോൾ അതിനെ നഖശികാന്ത് എതിർത്തവരായിരുന്നു. അന്നൊരു പക്ഷേ എക്സ്പ്രസ് ഹൈവേ വന്നിരുന്നുവെങ്കിൽ ഈ സംസ്ഥാനത്തിന് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഒരു കടബാധ്യത ഉണ്ടാകുമായിരുന്നില്ല. മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് ഈ കേരളത്തിൽ ഇന്ന് കാണപ്പെടുന്ന എല്ലാ വികസന പദ്ധതികളും, മെട്രോ ആവട്ടെ, വിഴിഞ്ഞം പദ്ധതി ആവട്ടെ, കണ്ടെയ്നർ പോർട്ടാവട്ടെ, എല്ലാ കാര്യങ്ങളും, ഇനിയിപ്പോൾ നമ്മുടെ എയർപോർട്ടാവട്ടെ, നെടുമ്പാശ്ശേരി, അത്തരത്തിലുള്ള കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ്. നമ്മുടെ ഈ 10 വർഷത്തെ ഭരണം എടുത്താൽ സാധാരണക്കാർക്ക് എന്ത് ഗുണമാണ് അതുണ്ടായിട്ടുള്ളത്? ആകെ ഒരു പെൻഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ പെൻഷന് തുടക്കം കുറിച്ചതും പെൻഷൻ്റെ പേര് പോലും ഇന്ദിരാഗാന്ധി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ എന്നാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ നാമധേയത്തിൽ ഒരു സെക്യൂരിറ്റി പെൻഷൻ കൊണ്ടുവരികയാണെങ്കിൽ
അതൊരിക്കലും LDF കൊണ്ടുവരില്ല എന്നുള്ളത് സുവ്യക്തമാണ്. കാരണം AKGയുടെ EMSൻ്റെ അവരുടെ അനിഷേധ്യ നേതാക്കന്മാരുടെ ഒക്കെ പേരുകളാണ് അതിലിടുക. പിന്നെ മാത്രമല്ല, ഈ ഭരണം കൊണ്ട് എന്താണ് ഇപ്പം ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചുരുക്കം അദ്ദേഹത്തിൻ്റെ സമയമെങ്കിലും എനിക്ക് തരും. ഞാൻ ചോദിക്കുന്നത്, ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു മന്ത്രിസഭ, ആ മന്ത്രിസഭയെ നിയന്ത്രിക്കുന്നതിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കൊക്കെ ED നോട്ടീസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പോൾ കേരളം കത്തി നിൽക്കുകയാണ്. ഇന്നലെ കേരളത്തിൻ്റെ ബഹുമാന്യ പിന്നെ നമ്മുടെ നീതിപീഠം കോടതി, ഹൈക്കോടതി ഒരു വിധി പ്രസ്താവം നടത്തിയിട്ടുണ്ട്. ആ വിധി പ്രസ്താവം എന്താ പറയുന്നത്? ദ്വാരപാലക ശില്പം, ശബരിമലയിലെ ദ്വാരപാലക ശില്പം കട്ടെടുത്ത് കൊള്ള നടത്തി ആ സ്വർണ്ണം അടിച്ചു കൊണ്ടുപോയതിൻ്റെ പേരിൽ പോറ്റി ജയിലിലാണ്, പത്മകുമാർ ജയിലിലാണ്, വാസു ജയിലിലാണ്. ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ സംസ്ഥാന CPM-ന്റെ നേതാക്കന്മാരാണ്. എന്നിട്ട് കോടതി പറയുന്നു ഇതിന്റെ പിന്നിലെ വമ്പൻ സ്രാവുകളെ കൂടി പിടികൂടണമെന്ന് കോടതി അഭിപ്രായം പറഞ്ഞെടുത്തേക്ക് മാറി. തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് വെക്കുന്നത് ഇവിടെ എൻ്റെ സുഹൃത്തുക്കളായ രണ്ട് മുന്നണികളെ വാദവും നമ്മൾ കേട്ടു. ഇവർ പരസ്പരം വിഴുപ്പഴക്കാണ്. പരസ്പരം ഒരു കൂട്ടർക്ക് പറയാനുള്ളത് പെൺകേസാണെങ്കിൽ ഒരു കൂട്ടർക്ക് പറയാനുള്ളത് കളവ് കേസാണ്. ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് നരേന്ദ്രമോദി സർക്കാർ സാധാരണക്കാർക്ക് വേണ്ടി നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പിന്നെ ഇവിടെ ദേശീയപാതയെക്കുറിച്ച് പറഞ്ഞു. എന്താണ് ദേശീയപാതയിൽ ഇവിടെ ഈ കേരളം ഭരിക്കുന്ന പാർട്ടിക്കും ഉള്ളത് എന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി 25% രൂപയാണ് ഇവിടെ കേരള സർക്കാർ കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാ ഫണ്ടും കേന്ദ്രം നിർവഹിക്കുമ്പോൾ അതിൻ്റെ പേരിൽ പിതൃത്വം ഏറ്റെടുക്കുന്നത് ശരിയാണോ എന്ന് ഇവിടുത്തെ ജനങ്ങൾ വിലയിരുത്തട്ടെ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞൊരു പ്രത്യേകിച്ച് UDF-ൻ്റെ പ്രതിനിധി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 10 വർഷത്തെ ഈ ഭരണത്തിനേക്കാൾ കൂടുതൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ തുടർച്ച എന്നോളം അവിടെ മറ്റ് വികസന പ്രവർത്തനമൊക്കെ ഈ ഗവൺമെൻറ് നടത്തിയിട്ടുള്ളതെന്നും, എന്നാൽ ഇവിടെ മൊത്തത്തിൽ ഒരു അഴിമതിയാണ് ഉള്ളത് എന്നുള്ളതാണ്. ശബരിമലയുടെ കൊള്ള പ്രശ്നമാണെങ്കിലും മറ്റ് എക്സ്പ്രസ് ഹൈവേയുടെ കാര്യത്തിലൊക്കെ ഇവർ പറയുന്നത് അഴിമതിയുടെ ഒരു ഭരണമാണെന്നാണ്. എന്താണ് ഇതിനുള്ള മറുപടി? എനിക്ക് സമയം തരണം. ഒന്ന്, ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങളാണ്. നോക്കൂ, 10 കൊല്ലം മുമ്പ് ഈ നാട്ടിലൊക്കെ ജീവിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. 10 കൊല്ലം മുമ്പ് 30 മീറ്ററായി ദേശീയപാത ചുരുക്കാൻ വേണ്ടി തീരുമാനിച്ചവരാണ്. 1 ഇഞ്ച് പോലും സ്ഥലം ഈ കേരളത്തിൻ്റെ മണ്ണിൽ ദേശീയപാതയ്ക്ക് ഏറ്റെടുക്കാൻ കഴിയാത്തവരാണ് ഇപ്പോൾ ദേശീയപാതയുടെ വക്താക്കളായിട്ട് വരുന്നത്. നിങ്ങൾ നോക്കൂ, ഞാൻ പറയാം. അവർ പ്രധാനമായിട്ട് ഉന്നയിച്ചത് എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവന്നു. ഞാൻ പറയാം. നോക്കൂ, ഈ ദേശീയപാതയിൽ എക്സ്പ്രസ് ഹൈവേ ഞാൻ പറയാം. ദേശീയപാതയിൽ തന്നെ ഇപ്പോൾ പൂർണ്ണമായും ഭൂമി ഏറ്റെടുത്തത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ ഭൂമി ഏറ്റെടുക്കലാണ്. പിന്നെ BJPയുടെ സുഹൃത്ത് പറഞ്ഞു 25% തുക സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തു എന്നല്ലാതെ മറ്റെന്ത്. ഞാൻ പറയുന്നത് ഈ ഇടതുപക്ഷ അധികാരത്തിൽ വന്നിട്ട് 10 വർഷമായിട്ടുള്ളൂ. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് എത്ര വർഷമായി? എൻ്റെ ഈ 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്. അതിനു മുമ്പ് UPA ഗവൺമെന്റ് ഉണ്ട്. ഈ കാലത്തൊന്നും ഇത് നടപ്പിലാക്കാൻ പറ്റിയില്ലല്ലോ. 25% നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ പറയട്ടെ, 25% തുക ഈ ഇന്ത്യ രാജ്യത്ത് മറ്റേതെങ്കിലും സംസ്ഥാനം നൽകിയിട്ടുണ്ടോ? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം 25% തുക നൽകിയിട്ടുണ്ടോ? BJPയുടെ ആൾ ഉത്തരം പറയേണ്ടതാണ്. എക്സ്പ്രസ് ഹൈവേയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്ക്, ഒന്ന് എക്സ്പ്രസ് ഹൈവേ എന്ന് മാത്രമല്ല, ഒരു പാത വികസനത്തിനും ഒരു കാലത്തും ഇടതുപക്ഷം എതിര് നിന്നിട്ടില്ല. ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത പദ്ധതികൾ പ്രഖ്യാപിക്കലല്ല ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പ്രഖ്യാപിക്കാൻ ഇവർ മിടുക്കരാണ്. ഇവരിപ്പോൾ പറഞ്ഞു വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. കല്ലിടാൻ ഏറ്റവും മിടുക്കരായിരുന്നു UDF. അവരെല്ലാ പദ്ധതിക്കും കല്ലിട്ടിട്ടുണ്ട്. നമുക്കറിയാലോ, കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത് എങ്ങനെയാണ്? നമ്മൾ കുട്ടികൾ ഈ പേപ്പർ കൊണ്ടുണ്ടാക്കുന്ന വിമാനം ഉണ്ടല്ലോ, അത് വർത്തിയിട്ടല്ലേ കണ്ണൂർ വിമാനത്താവളം. ഇതൊക്കെ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളതാണ്. പിന്നെ പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് ഇപ്പോൾ ഈ പെൻഷൻ കൊടുക്കുന്നതെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള പെൻഷൻ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പെൻഷനാണ്. അതിൻ്റെ തുക എത്രയെന്ന് അറിയോ നിങ്ങൾക്ക്? 200 രൂപയാണ്. അത് കേരളത്തിൽ എത്ര പേർക്ക് കിട്ടുന്നതെന്നറിയോ? 5.5 ലക്ഷം പേർക്ക് മാത്രമാണ് 200 രൂപ. ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന ബാങ്കുകളിൽ പെൻഷൻ വരുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം, അവർക്ക് കഴിഞ്ഞ മാസത്തെ പെൻഷൻ 1400 കിട്ടിയിട്ടുള്ളൂ.
നവംബറിലെ പെൻഷൻ 1800 കിട്ടിയിട്ടുള്ളൂ. അത് 2000 കിട്ടാതിരുന്നത് ബാക്കി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന 200 രൂപയാണ്. അത് 5.5 ലക്ഷം പേർക്ക് മാത്രമാണ്. ഇത് ഇന്ദിരാ ആവാസ് യോജന. പിന്നെ ഒന്നുകൂടി ED-യുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ED മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് മാത്രമാണോ നോട്ടീസ് അയച്ചത്? പാണക്കാട് തങ്ങൾക്ക് ED നോട്ടീസ് അയച്ചു. ED ചോദ്യം ചെയ്തു പാണക്കാട് തങ്ങളെ. നമ്മുടെ മുന്നിലുള്ള അനുഭവമല്ലേ? ഈ നോക്കൂ ഒരു മിനിറ്റ്. ഈ ED നോട്ടീസ് അയച്ചത് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് പറയുന്ന ഒരു കേസുണ്ട്, അറിയാലോ? പാണക്കാട് തങ്ങൾക്ക് ED നോട്ടീസ് അയക്കുന്നത് സംസ്ഥാനത്തിന്റെ പൊതു കാര്യത്തിന് വേണ്ടിയില്ല. എന്ത് കാര്യത്തിനായാലും അഴിമതിയാണല്ലോ. അഴിമതിയാണ്. ED നോട്ടീസ് അയച്ചത് അഴിമതിയാണ് വിഷയം. മുഖ്യമന്ത്രി തന്റെ ഭരണം ഈ രീതിയിലേക്ക് അഴിമതിയിലേക്ക് കുളിച്ചു നിൽക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അത് വഴിവിട്ട് ക്രമക്കേടുകൾ നടക്കുമ്പോൾ അതിനാണ് ED നോട്ടീസ് കൊടുക്കുന്നത്. അപ്പോ സോണിയാഗാന്ധി അയച്ചതോ? സോണിയാഗാന്ധി ഹെറാൾഡ് കേസ് അവരുടെ അഴിമതിയല്ലേ? ചന്ദ്രിക പത്രവുമായി ബന്ധപ്പെട്ട് വന്നതും അഴിമതി കേസാണ്. ഹെറാൾഡ് കേസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഗാന്ധി കുടുംബത്തിന്റെ ഒരു പത്രത്തിന്റെ അതിന്റെ ഡയറക്ടർമാരായതുകൊണ്ടാണ്. പാണക്കാട് തങ്ങൾക്ക് കൊടുക്കുന്നത് അതിന്റെ അവര് നടത്തുന്ന ഒരു പത്രത്തിന്റെ ഡയറക്ടർ ആയതുകൊണ്ടാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് കൊടുക്കുന്നത് ഇതിന്റെ പൊതുമുതൽ കട്ടെടുത്തതിന്റെ ഭാഗമായിട്ടാണ്. എന്റെ ചോദ്യമുള്ളൂ കമറുദ്ദീനോട് ഒറ്റ ചോദ്യമുള്ളൂ. കേന്ദ്ര ഗവൺമെന്റിന്റെ ED-യെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇത് അംഗീകരിക്കുന്നുണ്ടോ? ED എടുക്കുന്ന കേസുകൾ മുഴുവൻ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ED-യെ ദുരുപയോഗപ്പെടുത്തുന്നിടത്ത് മാത്രമാണ് നമ്മൾ ED-യെ എതിർക്കുന്നത്. അവിടെ എവിടെയാണ് മനസ്സിലാക്കേണ്ടത്? നേരെ മറിച്ചിട്ട് ഇവിടെ എന്താ വെച്ചാൽ മസാല ബോണ്ട് പ്രശ്നമാണ്. മസാല ബോണ്ട് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളീയ സമൂഹത്തെ നമ്മളൊക്കെ ബാധിക്കുന്ന പ്രശ്നമാണ്. മാസപ്പടി വിഷയം എന്ന് പറഞ്ഞത് ഒരു സേവനം കിട്ടാതെ മാസപ്പടി വാങ്ങുന്നത് കമ്പനി ഒരു സേവനവും കൊടുക്കാതെ അതിന്റെ പേരിൽ മാസപ്പടി 1,72 ലക്ഷം രൂപ മാസപ്പടി വന്നതുമായി ബന്ധപ്പെട്ടിട്ട് SFIO എന്ന് പറയുന്ന ദേശീയ ഏജൻസി കൊടുത്ത കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറയുന്നത്. മറ്റൊരു കാര്യം, നമ്മൾ ഈ ഹൈവേയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഹൈവേയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പത്രത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഹൈവേയുടെ ആ നിർമ്മിതിയിൽ ഉണ്ടാകുന്ന ഒരുപാട് അപാകതകളായിട്ട് അത് തകർന്നു പോകുന്ന ഒരുപാട് അവസ്ഥ, ഇതിന് ജീവൻ പണയം വെച്ച് അതിൽ പോകുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് എന്താണ് അത്? നാഷണൽ ഹൈവേയുടെ ആരാണ് ഇപ്പൊ? നാഷണൽ ഹൈവേയുടെ സംസ്ഥാന ഗവൺമെന്റ് ആണോ? അങ്ങനെ നമ്മുടെ മറ്റേ ഈ പാത കടന്നു പോകുമ്പോൾ കേരളത്തിന്റെ ഭൂമിന്റെ ഇതിന്റെ അനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ, ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അതിന് സമഗ്രമായ അന്വേഷണം വെച്ചിട്ട് അതിന് എന്തെങ്കിലും അങ്ങനെ ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും. അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ CPM-ന്റെ അദ്ദേഹം അംഗീകരിച്ചല്ലോ. ഏത് 25% എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ലല്ലോ. പിന്നെ ഒരൊറ്റ കാര്യം കൂടി, ഇവിടെ ഇപ്പം നമ്മുടെ പെൻഷന്റെ കാര്യമാണ് കൂടുതൽ പറഞ്ഞത്. അതേപോലെ തന്നെ സ്ത്രീ സുരക്ഷ പദ്ധതിയെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ആ പദ്ധതി സർക്കാർ പോലും പ്രഖ്യാപിച്ചിട്ടില്ല. ആ പദ്ധതിയുടെ പേര് പറഞ്ഞുകൊണ്ട് വ്യാജ നോട്ടീസ് ഉണ്ടാക്കി ഇവിടെ ജനങ്ങളെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പറ്റിച്ചു CPM. അതിൽ മെമ്പർമാർ വരെ നമ്മളിവിടെ കാണുന്ന കാര്യമുള്ള അതൊക്കെ. സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചതെന്നാ? തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പാ. ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവ് കൃത്യമാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്നവർക്ക് ഇത് കിട്ടാവുന്ന സാധനമാണ്. പത്രങ്ങളിൽ വന്നതാണ്. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ കൊണ്ടൊന്നും ഒരു ആളുകളെയും പറ്റിക്കാൻ കഴിയില്ല എന്നുള്ളത് ആലോചിക്കണം. ഇവിടെ പറഞ്ഞു ED കേരളത്തിലെത്തിയാൽ ഞങ്ങൾക്ക് ദൈവം, കേരളത്തിന് പുറത്തായാൽ ഞങ്ങൾക്ക് ശത്രു. എന്ത് രാഷ്ട്രീയ നിലപാടാണത്? ഈ രാജ്യത്ത് അല്ല, നിങ്ങൾക്ക് പിന്നെ പിണറായി വിജയനെ ED ചോദ്യം ചെയ്യുമ്പോൾ അഴിമതി, രാഹുൽ ഗാന്ധിയെയും പാണക്കാട് തങ്ങളെയും ചോദ്യം ചെയ്യുമ്പോൾ അത് അഴിമതിയല്ല. ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും വ്യത്യാസം അവർ പറയുന്നത് ഇത് പിന്നെ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക അഴിമതി എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണോ? നാഷണൽ ഹെറാൾഡ് പത്രം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പൊതുപത്രമല്ല. ചന്ദ്രിക പത്രം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പൊതുപത്രമല്ല. അതൊക്കെ ആ സംഘടനയുടെ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ മാധ്യമങ്ങളാണ്. കേന്ദ്രം ഇവിടെ BJP ഭരിക്കാത്ത തരത്തിലുള്ള ആളുകളെ ED-യെ ഉപയോഗിച്ചുകൊണ്ട് അവര് ഒരു എന്താ പറയാ ED-യെ ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? മടിയില്
കനല്ലെങ്കിൽ എന്തിനാ നിങ്ങൾ പേടിക്കണ്? മടിയിൽ കനുള്ളവനെ ഇഡിനെ പേടിക്കണ്ടുള്ളൂ. അല്ലാതെ മടിയിൽ അല്ല പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഇവര് ഏത് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് വന്ന അങ്ങോട്ട് ഈ കേരളത്തിൽ നിന്ന് വിട്ട ഈ രണ്ട് മുന്നണികൾ വന്നല്ലേ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇവിടെ മറ്റേ ചേട്ടൻ ബാവ അന്യം ബാവ ഇവിടെ വിട്ട് കഴിഞ്ഞാലോ അപ്പൊ അത് പറയണ്ട. ഇഡി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുണ്ടാവും. എന്താണ് നിങ്ങൾ പറഞ്ഞത്? ശബരിമല പ്രശ്നത്തിന്റെ കാര്യത്തിലാണോ? ഞാൻ പറയാം. ശബരിമല വിഷയം ഞാൻ പറഞ്ഞത് ശബരിമല എന്നുള്ളത് മാത്രമല്ല. അതായത് ഇവിടെ ഇപ്പൊ പറഞ്ഞു പാർട്ടിക്കാർ അഴിമതി നടത്തിയാൽ കുഴപ്പമില്ല, സർക്കാരിന്റെ അഴിമതി നടത്തിയാലാണ് പ്രശ്നം. അതെന്ത് നിലപാടാണ്? അഴിമതി ഏത് നിലയിലും അഴിമതിയാണ്. ഞാൻ പറയുന്നത് ഈ രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണോ പാണക്കാട് തങ്ങൾ കുറ്റക്കാരനാണോ എന്നുള്ളതല്ല. ED എന്ന് പറയുന്ന സംവിധാനത്തെ കേന്ദ്ര ഗവൺമെന്റ് തങ്ങളുടെ രാഷ്ട്രീയ വേട്ടക്ക് ഉപയോഗിക്കുന്നു. നിങ്ങൾ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് അറിയോ? ഹേമന്ത് സോറൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മാസങ്ങളോളം ജയിലിൽ കിടന്നിരുന്നു. ഇപ്പൊ BJPയുടെ കൂടാരത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്താ കാരണം എന്നറിയോ? അദ്ദേഹത്തിന് ED കേസാണ്. മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ ED കേസെടുത്തു. അവര് BJPയിലേക്ക് വന്നപ്പോ കേസില്ലാതായി. BJPയിലേക്ക് എത്തിയാൽ ഈ കേസുകളൊക്കെ ഇല്ലാതാവാണ്. ഇതിനാണ് BJPയെ വളർത്താൻ ഉപയോഗിക്കുന്ന EDയെ കേരളത്തിൽ UDF ഏറ്റെടുക്കുന്നു എന്നുള്ളതല്ലേ ഈ നമ്മൾ കാണുന്ന അനുഭവം. നിങ്ങൾ നോക്ക്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു നോട്ടീസ് അയച്ചു. ഒരു നോട്ടീസ് അയച്ചാൽ പേടിച്ചു പോകുന്ന ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ഏത് EDയുടെ നോട്ടീസ് വന്നാലും ഒരാൾ പോലും BJPയിലേക്ക് പോകില്ല. അത് ഞങ്ങൾക്ക് 100% ഉറപ്പായിട്ട് പറയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 കോൺഗ്രസ്സുകാർക്ക് ED നോട്ടീസ് അയച്ചോളൂ, അവർ തൊട്ടടുത്ത ദിവസം നിങ്ങളെ കൂട്ടത്തിലെത്തും. അങ്ങനെയാണ് EDയെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക്. എന്താ പേടിക്കേണ്ട കാര്യം? എന്താ EDനെ പേടിക്കേണ്ട വിഷയം? ഇവിടെ അടിസ്ഥാനപരമായ വിഷയം അതൊന്നുമല്ല. ED വരുന്ന ചോദ്യം ചെയ്താൽ അതിൽ കുറ്റക്കാരാരാണോ അവരെ കണ്ടെത്തി ശിക്ഷിക്കട്ടെ. പക്ഷെ അത് ഒരു 2 കൊല്ലം മറച്ചു വെച്ചു. അത് 2 കൊല്ലം മറച്ചു വെച്ചു. പിന്നീടാണ് പുറത്തു വന്നത്. മുഖ്യമന്ത്രിയുടെ മകനെതിരെ ED വന്ന നോട്ടീസ് 2 വർഷം അത് ഈ പുറത്തു ലോകം അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകനും അറിഞ്ഞിട്ടില്ല. ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് എനിക്കൊരു നോട്ടീസ് അയച്ച് എനിക്ക് കിട്ടിയാലല്ല ഞാൻ അറിയുള്ളൂ. കമറുദ്ദീന് നോട്ടീസ് അയച്ചാൽ ഇവിടെ BJPയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് എന്റെ മാന്യ സുഹൃത്ത് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ നിൽക്കുന്ന ADGP അജിത് കുമാർ ഈ BJP നേതാക്കളുമായിട്ട് അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയത് എന്താണ് എന്ന് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി പൊതുസമൂഹത്തോട് പറയണ്ടേ? അറിയാൻ താല്പര്യമില്ലേ ജനത്തിന്? എന്ത് വിഷയമായിരുന്നു അവർ തമ്മിൽ ചർച്ച ചെയ്തത്? വെളിപ്പെടുത്തണം. അത് വെളിപ്പെടുത്തണം. ഒരു ആഭ്യന്തര വകുപ്പിന് കീഴിൽ നിൽക്കുന്ന ADGP പോലുള്ള IPS റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോയിട്ട് ഇത്തരത്തിലുള്ള BJPയുടെയും RSSന്റെയും അഖിലേന്ത്യാ നേതാക്കളുമായി അടച്ചിട്ട മുറിയിൽ എന്ത് രഹസ്യമാണ് ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ നോക്ക്, ഇന്ത്യയിൽ ആരും ഏതെങ്കിലും ഇപ്പോ അജിത് കുമാർ എന്നല്ല ഏതെങ്കിലും ഒരാൾ BJPയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ നേതാക്കളുമായി ചർച്ച നടത്തിയത് കേരള മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞത് എല്ലാവരും വ്യക്തികളാണ്. ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, വകുപ്പായാലും ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള RSSന്റെയോ BJPയുടെയോ അഖിലേന്ത്യാ നേതാക്കളുമായിട്ടൊരു ചർച്ച നടത്തിയത് പൊതുസമൂഹം അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതിന്റെ വ്യക്തത സമൂഹത്തോട് പറയാത്തത്? ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. അതായത് നമ്മുടെ നാട്ടില് ഇപ്പൊ അൽ-ഉമ്മ അല്ലെങ്കിൽ അൽ-ഖ്വയ്ദ ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ. ഇത് നിരോധിത സംഘടനകളാണ്. ഈ നിരോധിത സംഘടനകളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സംസാരിക്കുകയോ ചർച്ച നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. നിരോധിക്കപ്പെടാത്ത ഒരു സംഘടനയുമായി ഏതെങ്കിലും ഒരു വ്യക്തി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നോട്ടീസ് കൊടുക്കാൻ നമ്മുടെ രാജ്യത്ത്. ഇത് നമ്മുടെ രാജ്യത്തെ നിയമമാണ്. ഏതൊരു നിരോധിത സംഘടനയാവട്ടെ നിരോധിതമല്ലാത്ത സംഘടനയാവട്ടെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ആർക്കും സംസാരിക്കാം. പക്ഷെ ഒരു മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ
DGPയുടെ തൊട്ട് താഴെ നിൽക്കുന്ന ആളാണ് ADGP എന്ന് പറയുന്നത്. ആ ADGP ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കളുമായി സംസാരിക്കുന്നതിന് ചട്ടങ്ങൾ പറയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പറയുന്നത്. ADGP എന്നല്ല, ഞാൻ സംസാരിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ആരായാലും നിയമവിരുദ്ധമല്ലാത്ത നിരോധിതമല്ലാത്ത ഒരു സംഘടനയുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അയാളാണ് പറയേണ്ടത്. അതിന് നിയമപരമായ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല. അതിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പറയുന്നത് ഒരേ വിഷയത്തിന് മുകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട, ഒരേ വിഷയത്തിന് മുകളിൽ സംസാരിക്കണം. നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. നമ്മൾ ഈ പ്രദേശത്തെ വികസനവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിന് ഈ മേഖലയിൽ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടും കൂടിയുള്ള ഒരു ഭരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പഞ്ചായത്തുകളിൽ എന്തെല്ലാം നടപടികളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കുടിവെള്ള പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം? നമ്മുടെ തൃപ്രങ്കോട് പഞ്ചായത്തിൽ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമുക്ക് പൊറ്റോടി കുടിവെള്ള പദ്ധതിയുണ്ട്, തണ്ടില്ലാക്കര കുടിവെള്ള പദ്ധതിയുണ്ട്, പൊയിലിശ്ശേരി കുടിവെള്ള പദ്ധതിയുണ്ട്, ശങ്കരൻപറമ്പ് നഗർ കുടിവെള്ള പദ്ധതിയുണ്ട്, മേപ്പാടം കുടിവെള്ള പദ്ധതിയുണ്ട്. ഇത് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പദ്ധതികളാണ്. ഇപ്പോൾ ഒട്ടുംപുറത്ത് ഒരു കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെറുകിട പദ്ധതികൾ നമ്മുടെ പ്രദേശത്ത് ധാരാളമായി ആളുകൾക്ക് ആവശ്യാനുസരണം ജലം ലഭിക്കുന്നതിന് കഴിയാവുന്ന തരത്തിലുള്ള പദ്ധതികളുണ്ട്. സമഗ്രമായ കുടിവെള്ള പദ്ധതി നമ്മുടെ നാട്ടിൽ വരണം. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ടുള്ള കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ തൃപ്രങ്കോട് പഞ്ചായത്ത്, തലക്കാട് പഞ്ചായത്ത്, വെട്ടം പഞ്ചായത്ത് ഉൾപ്പെടെ ഈ 3 പഞ്ചായത്തുകളിൽ നടക്കുന്നത്. അതിന് ടാങ്ക് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം നമ്മുടെ പഞ്ചായത്താണ് ഏറ്റെടുത്തു കൊടുത്തത്. ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പദ്ധതികൾക്ക് കേന്ദ്ര പദ്ധതിയാണിത്. അതായത് കേന്ദ്രാവിഷ്കൃത പദ്ധതി, കേന്ദ്രവും സംസ്ഥാനവും പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയിൽ 17,000 കോടി രൂപയാണ് ഇപ്പോൾ കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകാനുള്ളത്. ആ പണം ലഭിക്കാത്തതിന്റെ ഭാഗമായി ആ പദ്ധതിയുടെ പ്രവർത്തനം ഇപ്പോൾ താൽക്കാലികമായി തടസ്സപ്പെട്ടു നിൽക്കുകയാണ്. കേന്ദ്രം ശരിക്കും അവഗണന കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഒരു അവഗണനയും ചെയ്തിട്ടില്ല. കേന്ദ്രം വ്യക്തമായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അത് ഇവരെ ഭാഗത്തു നിന്നുള്ള ഫണ്ട് ഇറക്കാത്തത് കൊണ്ടാണ് ആ പദ്ധതി നീണ്ടുപോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ 2019 മുതൽ ഇവിടെ അതിന്റെ വർക്ക് തുടങ്ങിയിട്ട് ഒച്ചിന്റെ വേഗത്തിലാണ് അത് പോണത്. ഞാൻ അതിനോട് ചോദിച്ചാലും പറയാം, ഈ ഇദ്ദേഹം പറഞ്ഞ കാര്യം പറയാം, ഇത് നിർമ്മിക്കാനുള്ള സ്ഥലം ഏറ്റെടുത്തിക്കണ്. ഏത് ടാങ്ക് നിർമ്മിക്കാനുള്ള സ്ഥലം അതിനോട് കൂട്ടിച്ചേർത്തൊരു കാര്യം പറയുകയാണ്. നമ്മളിവിടെ ഒരു ചമ്രവട്ടം ബ്രിഡ്ജ് നമ്മൾക്ക് ഗതാഗത സൗകര്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ഉണ്ടെങ്കിൽ ബൃഹത്തായ ഒരു പദ്ധതിയാണത്. അതിൽ വെള്ളം കെട്ടി നിർത്തി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ കുടിവെള്ളം സ്രോതസ്സാക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് അത്. ഇതുവരെ ഇത്രയും വർഷമായിട്ടും അത് സംസ്ഥാന ഗവൺമെന്റും കൂടി അഴിമതി ഉണ്ടെന്നാണ് ഇപ്പൊ MLA പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്താണ്? കുടിവെള്ള പദ്ധതിയുമായി നാട്ടുകാർ അറിയേണ്ടതും എന്റെ സുഹൃത്ത് ഫിറോസ് അടക്കമുള്ള ആളുകൾ അറിയേണ്ടതുമായിട്ടുള്ള കാര്യം പറയുന്നു. ഈ ജലസമ്പത്ത് എന്ന് പറയുന്നത് തുപ്രങ്ങോട് പഞ്ചായത്തിന്റെ ആസ്തിയാണ്. അതാരും മനസ്സിലാക്കാതെ പോയ ഒരു സംഗതിയാണ്. തുപ്രങ്ങോട് പഞ്ചായത്തിന്റെ അതിർത്തി എന്ന് പറയുന്നത് കാലടി പഞ്ചായത്താണ്. അപ്പോൾ ഭാരതപ്പുഴ മുഴുവനും തുപ്രങ്ങോട് പഞ്ചായത്തിലുള്ളതാണ്. തൃപ്രങ്ങോട് പഞ്ചായത്തിൽ നിന്ന് താനൂർ മുനിസിപ്പാലിറ്റിയിലേക്കും അവിടുത്തെ 5 പഞ്ചായത്തിലേക്കും അബ്ദുറഹ്മാൻ MLA ആയിരിക്കുന്ന സമയത്ത് ഒരു പദ്ധതി വെച്ചു. അതിന് ടാങ്ക് ഉണ്ടാക്കി, അത് പൈപ്പ് ലൈൻ കയറി വീരാഞ്ചിറയിലൂടെ പോയി, അത് താനൂരെത്തി, അവിടെ ടാങ്ക് കെട്ടി, അതിലേക്ക് അതിലെ ട്രയൽ വെള്ളം ചാടി. നമ്പർ 1. നമ്പർ 2, അപ്പുറത്ത് തവനൂരിൽ ഒരു വലിയ കിണർ നിർമ്മിച്ചു. അവിടെ പൈപ്പ് ലൈൻ കൊണ്ടുപോയി പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് അവിടുത്തെ MLA മുനിസിപ്പാലിറ്റിയുടെയൊക്കെ സഹകരണത്തോടു കൂടി, താനൂരിലെ മുനിസിപ്പാലിറ്റിയും താനൂരിലെ MLA സഹായത്തോടു കൂടി ആ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ പഞ്ചായത്തുകളിലേക്കും കുടിവെള്ളമെത്തി. ഇത് രണ്ടും പോകുന്നത് കുടിവെള്ളം എവിടുത്തെയാണ്? തൃപ്രങ്ങോട് പഞ്ചായത്തിൻ്റെ. എന്തേ തുപ്രങ്ങോട് പഞ്ചായത്തിന് ഇവിടെ ഒരു MLA ഉണ്ട്. തുപ്രങ്ങോട് പഞ്ചായത്ത് 10 വർഷമായിട്ട് LDF ഭരിക്കുന്നുണ്ട്. തുപ്രങ്ങോട് പഞ്ചായത്ത് നിവാസികൾക്ക് ഒരു തുള്ളി വെള്ളം എത്തിക്കാനുള്ള ഒരു നയാ പൈസയുടെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. അത് ശക്തമാണ്. ഇനി മാത്രമല്ല ഞാൻ ഒരൊറ്റ വരി വായിക്കാം. ഒരൊറ്റ വരി. തുപ്രങ്ങോട് മംഗലത്ത് കഴിഞ്ഞ വർഷത്തെ LDFന്റെ പ്രകടന പത്രികയാണ്, കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ഇറക്കിയത്. അതിൽ പറയും തുപ്രങ്ങോട് മംഗലം പുറത്തൂർ ഗ്രാമപഞ്ചായത്തുകൾക്കായി പരിപൂർണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി
വേണ്ടി 21-ാം വാർഡിൽ 1 ഏക്കർ 1.25 ഏക്കർ ഭൂമി വാങ്ങിയിട്ടുണ്ട്. 6 മാസത്തിനകം, ഇതിൽ എഴുതിയിട്ടുള്ളത് 6 മാസത്തിനകം കമ്മീഷൻ ചെയ്യും. ഈ പഞ്ചായത്ത് അന്ന് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ ശേഷം LDF ഈ തുപ്രങ്ങോട് പഞ്ചായത്ത് അധികാരത്തിൽ വരികയും തുടർന്ന് 6 മാസക്കാലം ഇവിടെ മന്ത്രി MLA ആയിട്ട് മന്ത്രി ഉണ്ടായിട്ട് പോലും ഒരു നടപടികളെടുത്തു. ഈ കുടിവെള്ളം എന്ന് പറയുന്നത് ഭാരതപ്പുഴ നമ്മുടെ അതിർത്തിയിലാണെങ്കിലും കുടിവെള്ളം എന്ന് പറയുന്ന സംവിധാനം ഏതെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെ തീരെഴുതിയ സാധനമല്ല. ഇപ്പോൾ താനൂർ കുടിവെള്ള പദ്ധതിക്ക് കിണറുണ്ട്. ആ കിണർ തന്നെയാണ് നമ്മുടെ കുടിവെള്ള പദ്ധതിക്കുള്ളത്. അതല്ലാതെ വേറൊരു കിണറുണ്ടാക്കിയിട്ട് ഇതിലേക്ക് കുടിവെള്ള പദ്ധതിയല്ല. കിണർ അവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? കിണറിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് ലൈനും പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്ക് ചില പരിമിതികളും പ്രയാസങ്ങളും നേരിട്ടിട്ടുണ്ട്. ഉള്ളതുപോലെ പറയണമല്ലോ, ഞങ്ങളാകെ ഇവിടെ ആകെ അത് നടപ്പിലാക്കി എന്ന ഒരു വാദപ്രതിവാദത്തിനൊന്നുമല്ല. നമുക്ക് പരിമിതികളുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഇപ്പം നേരത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, ഞങ്ങൾ ഇവിടെ ചെലവഴിക്കാത്തതുകൊണ്ടാണ് അവിടുന്ന് ഒന്നും കിട്ടാത്തത്. ഒരു പുതിയ ന്യായട്ടാ, ഇവിടെ ഒന്നും ചെലവഴിക്കാത്തതുകൊണ്ടാണ് അവിടുന്ന് ഒന്നും ഇങ്ങോട്ട് കിട്ടാത്തത്. ഞാൻ പറയട്ടെ ഇത് ഈ പദ്ധതി കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. പ്രിയ സുഹൃത്തെ, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളായിട്ടാണ് നടപ്പിലാക്കുക. ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാട്ടാ, മുമ്പ് അങ്ങനെയല്ല. BJP ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് കേന്ദ്രാവിഷ്കൃതം എന്ന് പറഞ്ഞാൽ 60% കേന്ദ്രം തരും, 40% നമ്മൾ എടുത്തോളണം. അത് സംസ്ഥാനമായിട്ട് ഈ പദ്ധതിയുടെ ഭാഗമായി ഇപ്പൊ നമുക്ക് കേരളത്തിന് 17,000 കോടി രൂപയാണ് നടപ്പിലാക്കിയ പദ്ധതിയുടെ കുടിശ്ശിക കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ളത്. ഇത് ചോദിക്കാൻ ആരെങ്കിലും ഇവിടുന്നുണ്ടോ? നമുക്കൊരു MP ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ ഈ 17,000 കോടി കുടിശ്ശിക എന്ന് പറഞ്ഞ കരാറുകാർക്ക് ഉൾപ്പെടെ കൊടുക്കാനുള്ളതാണ്. ഈ കുടിശ്ശിക കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ചോദിച്ചു വാങ്ങാനെങ്കിലും ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന ഒരു MP വേണ്ടേ? ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഈ പദ്ധതിയിൽ നമ്മുടെ പ്രദേശത്ത് ഈ കുടിവെള്ള പദ്ധതിയുടെ പ്രയാസം ഇപ്പൊ ഇവർ പറഞ്ഞു വലിയ പ്രശ്നമാണ്. ഇവിടുന്ന് MP മാരുണ്ട്, ഇവിടുന്ന് ജില്ലാ പഞ്ചായത്ത് ഉണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോഴാണ് ഈ കുറച്ച് കാലമായിട്ടല്ലേ ഉള്ളൂ ഇടതുപക്ഷം ഇവിടുന്ന് ജയിക്കാൻ തുടങ്ങിയിട്ട്. ഏതാണ്ട് 45 വർഷക്കാലത്തോളം ഈ പ്രദേശത്തിന്റെ MLA-യും മന്ത്രിയും ഒക്കെ ആയി നടന്നവർ ഒരു കല്ലിട്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ? ഒരു പദ്ധതി തുടങ്ങി വെക്കാനെങ്കിലും കഴിഞ്ഞവരെ കുറ്റപ്പെടുത്താൻ ആ നിലയിൽ ഇവിടെ തുപ്രങ്ങോട് ഒരു PHC ഉണ്ട്. അതൊരു FHSC ആയി കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഒരു ബോർഡാക്കി എന്ന് കുടിവെള്ളം കുടിവെള്ളത്തിന് എന്താ പ്രശ്നം? UDF ഭരിക്കുമ്പോഴാണ് തുപ്രങ്ങോട് പഞ്ചായത്തിലെ നിങ്ങൾ പറയുന്നത്. അല്ല, MP-ക്ക് കൊടുക്കുന്ന ഫണ്ട് എത്രയാണെന്നറിയോ ഫിറോസ്? MP-ക്ക് കൊടുക്കുന്ന ഫണ്ട് എത്രയാണെന്നറിയോ ഫിറോസ്? ഒരു കൊല്ലത്തിൽ ഒരു MP-ക്ക് കിട്ടുന്നത് ഒരു 7 പഞ്ചായത്തുള്ള ഒരു MLA-ക്ക് 7 പഞ്ചായത്തുകളിലായി ഒരു വർഷം 6 കോടി കിട്ടുമ്പോൾ 50 പഞ്ചായത്തുകളുള്ള ഒരു MP-ക്ക് കിട്ടുന്നത് കേവലം 5 കോടിയാണ്. അതിൽ വ്യത്യാസങ്ങളുണ്ട്. അല്ല, സ്ഥലം ലഭ്യമാക്കണം. സ്ഥലം ലഭ്യം 20 കൊല്ലമായിട്ട് ഇവിടുത്തെ MLA ഇപ്പൊ ഇടതുപക്ഷമാണ്, CPM-ന്റെ MLA ആണ്. 20 കൊല്ലമായിട്ട് വൻകിട പദ്ധതികളൊക്കെ കേരളത്തിൽ 20 കൊല്ലങ്ങൾക്ക് മുമ്പ് സർവീസ് 20 കൊല്ലങ്ങൾക്ക് മുമ്പ് തുപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ടാങ്കറിൽ വെള്ളം സപ്ലൈ ചെയ്യേണ്ട കുടിവെള്ള രൂക്ഷത നിലവിലില്ല. ആര് പറഞ്ഞുണ്ടായിരുന്നു? ഈ കൈപ്പാട മേഖലയൊക്കെ ഈ കൈപ്പാട മേഖല മറ്റേ കുടിശ്ശികന്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ 60 വർഷം ഭരിച്ച കോൺഗ്രസ് ഭരണമാതിരിയല്ല ഈ 11 കൊല്ലത്തെ BJP ഭരണം. BJP ഒരു ഫണ്ട് കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫണ്ട് തന്നാൽ അതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് കൊടുത്താലേ ബാക്കി ഫണ്ട് കൊടുക്കുള്ളൂ. ഇവർ ഏതെങ്കിലും ഒരു കണക്ക് കറക്റ്റായിട്ട് കേന്ദ്രത്തിന് കൊടുത്തോ എന്ന് ചോദിച്ചു നോക്കി. ഇവിടെ പല പദ്ധതികളും കേന്ദ്രം കൊണ്ടുവരുന്ന പല പദ്ധതികൾ ആദ്യം ഭയങ്കര എതിർപ്പാണ്, പിന്നീട് കാണാം അതിന് എന്താ ഫണ്ട് കിട്ടണമെങ്കിൽ ആ പദ്ധതിയിൽ ഉൾപ്പെടണം. അപ്പൊ അങ്ങനത്തെ പദ്ധതികളാണ് നമ്മളെ കൃത്യമായ കണക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടുന്ന് ബാക്കി എന്ത് കള്ളത്തരവും പറയാമെന്നുള്ളതല്ലേ. ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന നികുതിയാണല്ലോ കേന്ദ്ര ഗവൺമെന്റിന്റെ വരുമാനം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുപോകുന്ന നികുതി 3.92% കഴിഞ്ഞ ഈ പദ്ധതി കാലത്ത് കേരളത്തിന്റെ നികുതി വിഹിതം കേന്ദ്ര ഗവൺമെന്റ്
കേന്ദ്രം നിശ്ചയിച്ച നികുതി വിഹിതം 3 അതായത് ആകെ നികുതിയുടെ 3.92%. ഇപ്പോഴോ അത് 1.9% നേർപകുതിയാക്കി കുറച്ചു. 57,000 കോടി രൂപയാണ് ഒരു വർഷം കേരളത്തിന്റെ നികുതി വരുമാനത്തിലുണ്ടായ കുറവ്. അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ PHC നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ആരോഗ്യ മേഖലയിൽ ഇവിടെ MP-മാർ MLA-മാർ എന്ത് ചെയ്യണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ തൃപ്രങ്ങോട് പഞ്ചായത്തിൽ അല്ല MP-മാർ കുടിവെള്ളത്തിന് വേണ്ടി ഞാൻ ചോദിച്ചത് കുടിവെള്ളമാണ്. അത് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. MP-യുടെ മുന്നിൽ കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾ MP-യുടെ മുന്നിൽ വന്നിട്ടേ ഇല്ല. ഇവിടെ MP-മാരുടെ മുന്നിൽ വന്നില്ല. നിലവിൽ ഒരു കുടിവെള്ളത്തിനായിട്ട് നിങ്ങൾ MP-മാരൊന്നും കാണലില്ലേ? 8 വർഷം അല്ല അതല്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കും പറയാലോ, MP എന്ന് പറഞ്ഞ് ജയിച്ചു പോയി കഴിഞ്ഞാൽ ലീഗിന്റെ UDF-ന്റെ MP അല്ല, മൊത്തം അല്ല ഈ നാടിന്റെ MP ആണ്. നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? LDF 8 വർഷങ്ങൾക്ക് മുമ്പ് 2017 ഈ സ്ഥലം കണ്ടെത്തുന്നത്. അന്ന് ഞാൻ ഭരണസമിതിയിൽ ഒരു അംഗമാണ്. 3 പഞ്ചായത്തുകൾക്ക് വേണ്ടി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതികൾക്കായി 12 ലക്ഷം രൂപ വീതം എടുത്ത് 36 ലക്ഷം രൂപ അന്ന് വകയിരുത്തിയിട്ടാണ് 2017 സ്ഥലം കണ്ടെത്തുന്നത്. 2018 മാർച്ച് മാസത്തിലാണ് അതിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്. ആ പദ്ധതിയിൽ ഇപ്പൊ അദ്ദേഹം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഈ കിണർ കുഴിക്കുന്ന സമയത്ത് ഞങ്ങളത് ബോർഡിൽ കൃത്യമായിട്ട് അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോ ഇവിടെ നിന്ന് താനൂരിലേക്ക് ഒരു തുള്ളി വെള്ളം ചാടുന്നുണ്ടെങ്കിൽ ഈ 3 പഞ്ചായത്തിന് വെള്ളം ചാടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു അന്നത്തെ പ്രസിഡന്റ് ഞങ്ങൾക്ക് വാക്കുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞത് ആലിങ്ങല്ല PHC. ഈ PHC-യിൽ ഇന്നും അവിടെ നോക്കിയാൽ കാണുന്ന കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ MP ആയിരുന്ന GM ബനാത്തുവാല സാഹിബ് ഉണ്ടായിരുന്ന സമയത്ത് ഇഷ്ടി കൊണ്ട് കെട്ടിയ ഒരു കെട്ടിടം അവിടെ കാണുന്നുണ്ട്. ET മുഹമ്മദ് ബഷീർ സാഹിബ് MLA ആകുമ്പോൾ കൊടുത്തിട്ടുള്ള കെട്ടിടം കാണുന്നുണ്ട്. അതിന് പുറമെ 10 വർഷങ്ങൾക്ക് മുമ്പ് RK ഹഫ്സത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് OP ബ്ലോക്ക് വികസിപ്പിച്ച കെട്ടിടം അവിടെ കിടക്കുന്നത്. എന്നാൽ ഇവിടെ 20 വർഷമായി PP അബ്ദുള്ളക്കുട്ടി തിരൂർ MLA-യുടെ ഭാഗമായി ഈ പഞ്ചായത്ത് തിരൂർ MLA-യുടെ ഭാഗമായി നിൽക്കുന്ന PP അബ്ദുള്ളക്കുട്ടി MLA ആയിട്ട് 5 കൊല്ലം പറയട്ടെ 15 കൊല്ലം MLA 2 തവണ അതിൽ 10 വർഷവും LDF ആണ് 15 വർഷവും ഭരിച്ചിട്ടുള്ളത്. LDF ആണ് 15 വർഷം ഭരിച്ചത്. പക്ഷെ ഇന്നും ആ ആശുപത്രിയുടെ അവസ്ഥ എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഇന്നും വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു കിഫ്ബിയുടെ ഫണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പ് നീക്കിവെച്ച കിഫ്ബിയുടെ ഫണ്ടില് ഒരു 60 ലക്ഷം രൂപ ആദ്യ ഗഡു എന്ന നിലക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ ഒരു നിർമ്മാണത്തിനായിട്ട് തറക്കല്ലിട്ടിട്ടുണ്ട്. അതിപ്പോ അങ്ങനെ അവിടെ കെടുക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ഈ തറക്കല്ലിടുന്നത് ഒരു മാസം മുമ്പാണ്. LDF ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 കൊല്ലമായി. ഈ പഞ്ചായത്ത് ഭരിക്കാൻ തുടങ്ങിയിട്ടും 10 കൊല്ലമായി. ആലിങ്ങൽ ആശുപത്രി ഇന്നും പഴയ അവസ്ഥയിൽ തന്നെ ദ്രവിച്ച് കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. ആലിങ്ങൽ ആശുപത്രിയെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ ഇപ്പോ 3 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് ആരംഭിച്ചിട്ടുള്ളത്. 3 കോടി രൂപ HMC അങ്ങാണ്. ഞാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പറയുമ്പോ 60 ലക്ഷം രൂപയാണ് ഇപ്പൊ സാങ്ഷൻ. 3 കോടി ഇല്ല 60 ലക്ഷം ഉള്ളൂ. അതെയോ? ഓക്കെ 3 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയാണ്. അതിൽ ആദ്യ ഘട്ടത്തിന്റെ നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു, ആദ്യ ഘട്ടത്തിന്റെ പ്രവർത്തനമാണ് 60 ലക്ഷം രൂപയുടെ പ്രവർത്തനം ഇപ്പൊ അവിടെ ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിൽ UDF ഭരിക്കുന്ന കാലത്ത് എത്ര മണിവരെയാണ് അവിടെ OP പ്രവർത്തിച്ചിരുന്നത്? ഉച്ചവരെ അല്ലേ? ഇപ്പോൾ 5 മണിവരെ നമ്മുടെ ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാവുകയാണ്. നിങ്ങളുടെ ഭരണകാലത്ത് വ്യത്യസ്തമായി 4 മണി വരെ ഉള്ളത് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയോണ്ടാണ് ഫിറോസ്. അതെ, അത് നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്താവും. പ്രൈമറി നോക്ക്, കേന്ദ്രമായതുകൊണ്ടാണ് 4 മണി. പ്രൈമറി ഹെൽത്ത് സെന്റർ ഉള്ള സമയത്ത് ഉച്ചവരെ. എന്റെ പ്രിയ സുഹൃത്തെ, ഈ CFC എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ ഈ തുടങ്ങുന്നത് ഇപ്പോഴാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്തല്ല 4 മണി. UDF പഞ്ചായത്ത് ഭരിക്കുമ്പോഴല്ല 4 മണി. UDF ഭരിക്കുന്ന കാലത്ത് ഉച്ചവരെയാണ്. ഇപ്പൊ അത് വൈകിട്ട് വരെ ഡോക്ടറുടെ സേവനം അവിടെ ലഭ്യമാണ്. അതിനൊപ്പം നോക്ക് നിങ്ങൾ, ആലിങ്ങൽ ആശുപത്രി മാത്രമല്ല, കൈമലശ്ശേരിയിലെ ഹെൽത്ത് സെന്ററിന്റെ സബ് സെന്റർ, ചമ്രവട്ടത്തെ സബ് സെന്റർ, ഇങ്ങനെ ആരോഗ്യ മേഖലയിലെ സബ് സെന്ററുകൾ പൂർണ്ണമായും ഈ കാലയളവിൽ നവീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിലേക്ക് ഒരു സമരം നടത്തേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം UDF-ന്റെ ഒരു ജാഥ നടത്തിയിട്ട് നാട്ടിൽ മുഴുവൻ
ഇപ്പോൾ ആശുപത്രിയിൽ മരുന്നില്ല എന്ന് പ്രസംഗിച്ചു. ആനപ്പടിയിൽ ഞാൻ സാന്ദർഭികമായി പറയാണ്, ആനപ്പടി അങ്ങാടിയിൽ UDFന്റെ നേതാവ് പ്രസംഗിച്ചു പോയ ഉടനെ അവിടെയുള്ള ഒരാൾ വീട്ടിൽ കണ്ടു പോയിട്ട്, ഒരു പ്രായമുള്ള ഒരാൾ വീട്ടിൽ കണ്ടു പോയിട്ട് അയാൾ 1 മാസം വാങ്ങിയ മരുന്നിട്ട് കൊടുത്തിട്ട് അങ്ങാടിയിൽ നിരത്തിയാണ്ട് വെച്ചു. എന്നിട്ട് പരസ്യമായിട്ടാണ് അയാൾ പറഞ്ഞത്, പച്ചക്കള്ളം പറയുന്നവരോട് എന്താ പറയുക എന്നുള്ളത്. എല്ലാവർക്കും, ഈ നാട്ടിലെ പാവപ്പെട്ട നിത്യരോഗികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സ്ഥിരമായി മരുന്ന് കിട്ടുന്ന, ഡോക്ടറുടെ സേവനം കിട്ടുന്ന സംവിധാനം ഇപ്പോൾ തൃപ്രങ്കോട് പഞ്ചായത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ട് നാട്ടുകാർക്ക് എന്നുള്ളതാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് തീർച്ചയായും ഈ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യം കൂടി ഇതിൽ ചേർത്ത് പറയാനുണ്ട്. ഇപ്പൊ സബ് സെന്ററുകളെ സംബന്ധിച്ച് ഇദ്ദേഹം ഒരു മിനിറ്റ് സബ് സെന്ററുകളെ സംബന്ധിച്ച് ഇദ്ദേഹം ഇവിടെ സൂചിപ്പിക്കേണ്ടായി. UDF തുപ്രങ്കോട് ഭരിക്കുന്ന ഒറ്റ പോയിന്റ് UDF തുപ്രങ്കോട് ഭരിക്കുന്ന സമയത്താണ് ഒട്ടുംപുറം പാക്കേജിന്റെ ഭാഗമായി ആലത്തിയൂരിലെ സബ് സെന്റർ റെസിഡൻഷ്യൽ ആയിട്ട് അവിടെ തുടക്കം കുറിക്കുകയും ഒരു നഴ്സ് 24 മണിക്കൂർ സേവനം കിട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ LDFന്റെ ഭരണസമിതി വന്നപ്പോൾ ആ റെസിഡൻഷ്യൽ നഴ്സിനെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കിയിട്ട് ഇപ്പൊ അവിടെ പകൽ വീടാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുജീബ് പുളക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിൻ്റെ ക്ലിപ്പ് കണ്ടിരുന്നു. എന്താ ശ്മശാനത്തിനെ പറ്റിയിട്ട് എന്തായാലും ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി എന്തായാലും അഭിപ്രായം പറഞ്ഞു. ശ്മശാനത്തിന്റെ നല്ലൊരു ചോദ്യമാണ്. പൊതു ശ്മശാനത്തിന്റെ ഒരു കാര്യമാണ് അത്. ആരൊക്കെ നിങ്ങൾ ഭരിക്കുന്ന നിങ്ങൾ രണ്ടു കൂട്ടരും പറയേണ്ട ഉത്തരവാണ്. പൊതു ശ്മശാനം അത് കുഞ്ചുപ്പടിയിലെ അമ്പായപ്പള്ളി ബാബുട്ടിക്ക എന്ന് പറഞ്ഞ ആള് സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ് പൊതു ശ്മശാനം. ആ പൊതു ശ്മശാനം നല്ല രീതിയിൽ അതിന്റെ സൈഡ് ഭിത്തിയൊക്കെ കെട്ടി സംരക്ഷിച്ച് ഇവിടെ ആളുകളൊക്കെ അവിടെ സംസ്കരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പാടാക്കിയിരുന്നു. ഇന്നിപ്പോൾ അത് കാട് മൂടി കെട്ടിയിരിക്കുകയാണ്. ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ ഭയപ്പാടാണ്. പിന്നെ മൃതദേഹം സംസ്കരിക്കാൻ മറ്റു വഴിയില്ലെങ്കിൽ എത്ര ഭയപ്പെട്ട സ്ഥലത്താണെങ്കിലും പോയി സംസ്കരിക്കും. ഒരു പദ്ധതിയും ഈ 5 കൊല്ലമായിട്ട് ആ ശ്മശാനത്തിന് വേണ്ടി ചെയ്തിട്ടില്ല ഭരണസമിതി. പിന്നെ നമസ്കാരം. ഈ ആരോഗ്യ മേഖലയെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. നമ്മളൊരു ബ്ലോക്ക് ഡിവിഷന്റെ കീഴിലാണ് ഇരിക്കുന്നത്, ഒരു ബ്ലോക്കിന്റെ. അതിൽ തുപ്രങ്കോട് മാത്രമല്ല, ഞങ്ങൾ പുറത്തൂരുണ്ട് ഒരു CHSC സെന്റർ. അത് പടവലങ്ങമാതിരി താഴോട്ടാണ് വന്നത്. അവിടെ രോഗികളെ കിടത്തി ചികിത്സ വരെ ഉണ്ടായിരുന്നു, അഡ്മിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഒരു സ്വകാര്യ ആശുപത്രിയെ ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീങ്ങിയെന്നാണ് ജനങ്ങൾ പരാതി. അവരെ സഹായിക്കാൻ വേണ്ടി, ആ സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. പുറത്തൂർ CHC ഞങ്ങളും പോവാറുള്ളതാണ്. വെറുതെ ഈ ആലത്തൂരുള്ള ആളുകളൊക്കെ പുറത്തൂർ ആശുപത്രി കാണാത്തവരാണെന്ന് വിചാരിക്കരുത്, ഇത്തരം പറയരുത്. ഇവിടെയുള്ള ആളുകൾ അവിടെ പോയി അഡ്മിറ്റ് ആവുന്ന ആളുകൾ ഈ നാട്ടിലുള്ള എല്ലാവരും BJP-കാരാന്ന് വിചാരിക്കരുത്. ഈ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷം ഞങ്ങളൊക്കെ അവിടെ പോകുന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ അവിടെ പോകുന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ അവിടെ പോകുന്ന ആളുകളാണ്. പൊതുശ്മശാനവുമായി ബന്ധപ്പെട്ട്, പൊതുശ്മശാനം ഭാരതപ്പുഴയുടെ തീരത്താണ്. നല്ല മഴക്കാലമായി കഴിഞ്ഞാൽ അവിടെ വെള്ളം കയറുന്ന പ്രദേശമാണ്. അവിടെ സ്വാഭാവികമായും ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളം കയറുന്ന പ്രശ്നം ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ കാടും പൊന്തി പുല്ല് വളർന്നു വരുന്ന പ്രശ്നം ഉണ്ടാവും. അതൊക്കെ സമയാസമയങ്ങളിൽ വൃത്തിയാക്കി ഈ നാട്ടിലുള്ള ആളുകളൊക്കെ അവിടെ കൃത്യമായി സംസ്കാര പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിനിപ്പോൾ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നല്ല രൂപത്തിൽ പോകുന്നുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് ആലത്തിയൂർ ഒട്ടുംപുറത്ത് ഒരു മിനി സിവിൽ സ്റ്റേഷൻ മാതൃകയിൽ അന്നത്തെ UDF ഭരണ സംവിധാനം ഒട്ടനവധി ഓഫീസുകളും സർക്കാർ മന്ദിരങ്ങളും പണിത്. ഉദാഹരണത്തിന് ഹോമിയോ ഡിസ്പെൻസറി, ആയുർവേദ ഡിസ്പെൻസറി, PHC സെൻറ്റർ, പിന്നെ വികലാംഗരായ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂള്, അങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ അവിടെ തുടങ്ങി. അതിൻ്റെ മുന്നിലാണ് തുപ്രങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യം ഒന്നാകെ കൊടുന്നിട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ട സഖാവിൻ്റെ വീട് അതിൻ്റെ തൊട്ടടുത്താണ്. ഇപ്പോൾ അടുത്ത സമയത്ത് വെച്ചിട്ട് തന്നെ 2-3 രാജവെമ്പാല എന്ന് പറഞ്ഞ പാമ്പിനെയാണ് അവിടെ നാട്ടുകാർ പിടിച്ചത്. അപ്പോൾ ആരെങ്കിലും ഇതിൽ ഒഴിച്ചു വിടുന്ന സാധനം വരെ തള്ളാനുള്ളൊരു സബ് സെൻ്റർ ആക്കിയിട്ട് 10 വർഷം കൊണ്ട് ഇവരെ മാറ്റിയിരിക്കുകയാണ്. നല്ലൊരു സംവിധാനത്തിൽ, നല്ലൊരു ചിന്താഗതികൾക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതി വന്ന സംരംഭം ഇന്ന് കച്ചറ മാലിന്യങ്ങൾ ഇടാനുള്ള ഹരിതകർമ്മസേനയുടെ ഹബ്ബാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു പോം വഴി നിങ്ങളെ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളാണ്. നിങ്ങളിപ്പോൾ ക്യാമറക്കാരൊക്കെ ഉണ്ടല്ലോ, നമുക്കൊന്ന് അവിടെ പോയി നോക്കാം. അവിടെ CFC ആണ് എന്ന് പറഞ്ഞാൽ
നമ്മുടെ പഞ്ചായത്തിലെ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് അവിടെ കൊണ്ടുവന്ന് തരംതിരിച്ച് എല്ലാ ആഴ്ചയിലും ലോറിയിൽ കയറ്റിയിട്ട് ഇവിടുന്ന് വിടുകയാണ്. ഞാനതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. ഒരു തരത്തിലുള്ള സ്മെല്ലോ ഒരു ബുദ്ധിമുട്ടോ ആ ചുറ്റുവട്ടത്തുള്ള ഒരാൾക്കില്ല. ഇത് കൃത്യമായി അറിയുന്ന ഒരാളാണ് ഞാൻ. അതവിടെ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അവിടെ ഒരു കെട്ടിടമുണ്ട്, ആ കെട്ടിടത്തിനുള്ളിലാണ് ഇത് കിടക്കുന്നത്, അല്ലാതെ റോട്ടുമേൽ വലിച്ചെറിഞ്ഞ് കിടന്നിരുന്ന പഴയ അങ്ങാടിയല്ല. നിങ്ങൾ നോക്ക്, ശംസുക്കാർക്ക് അറിയാലോ ഈ പറമ്പ് എങ്ങനെയായിരുന്നു UDFന്റെ ഭരണകാലത്ത്. ഒരു ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണം വിലയിരുത്തപ്പെടുമോ? തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണം വിലയിരുത്തപ്പെടും. ഓക്കെ, ഞാൻ പൊറ്റോടി വാർഡിൽ നിന്ന് വരുന്ന ആളാണ്. ഈ കാലം അത് അത്രയും LDFന്റെ പ്രതിനിധികളാണ് അവിടെ നിന്ന് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 20 വർഷമായിട്ട് LDFനാണ് അവിടെ നിന്ന് MLA ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പൊറ്റോടി വാർഡിന് പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്ന സമയത്താണ് നമ്മുടെ KT ജലീൽ മന്ത്രിയായിട്ടുള്ളത്. പൊറ്റോടിയിൽ ഇന്ന് ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് കുടിവെള്ള പദ്ധതിയാണ്. ഇതുവരെ അവർക്ക് നല്ലൊരു വെള്ളം കുടിക്കാനും കുളിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. കുടിക്കുന്ന വെള്ളം മഞ്ഞ കളറാണ്. ഇവർ ഒരു പ്രത്യേക സമിതിയൊക്കെ ഉണ്ടാക്കി അവിടെയുള്ള വീടുകളിൽ നിന്ന് 6000 രൂപ മുതൽ 10,000 രൂപ വരെ പിരിച്ചെടുത്ത് എല്ലാ വീടുകളിലേക്കും കണക്ഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലമായിട്ടും ഒരു കണക്ഷൻ എല്ലാ വീടുകളിലേക്കും എത്തിച്ചിട്ടുണ്ടോ, വെള്ളത്തിൻ്റെ കണക്ഷൻ എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവർ കൈമലശ്ശേരിയിൽ ഒരു വലിയ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അതിൽ പഞ്ചായത്തിൻ്റെ വികസന കോളത്തിൽ ഇവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, പൊറ്റോടിയിൽ ഞങ്ങളൊരു പൊതുകിണർ സ്ഥാപിച്ചു, 8 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു പൊതുകിണർ സ്ഥാപിച്ചു എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പൊറ്റോടി വാർഡ് മുഴുവൻ അരിച്ചു പെറുക്കി നോക്കിയിട്ടും അങ്ങനെ ഒരു കിണർ അവിടെ കാണാനില്ല. ഇല്ലാത്തതിന്റെ പേരിലാണോ വികസനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്? ഇതിന് രണ്ടിനുമുള്ള ഉത്തരം കിട്ടിയാൽ കൊള്ളാമെന്ന് ചോദ്യം. ഉത്തരം പറയും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പൊറ്റോടി വാർഡെന്നായതുകൊണ്ട് പറയാണ്, ഈ നാട്ടുകാർക്കൊക്കെ മുഴുവൻ അറിയുന്ന ഈ നാടിൻ്റെ തുപ്രംകോടിൻ്റെ ഏറ്റവും ജനകീയനായ ഒരു നേതാവുണ്ടായിരുന്നു, KP അഹമ്മദ് കുട്ടി എന്ന KP ബാവയാണത്. ആ പൊറ്റോടി കുടിവെള്ള പദ്ധതിക്ക് ഒരു കിണറുണ്ടാക്കിയിട്ടുണ്ട്. ആ പൊറ്റോടി കുടിവെള്ള പദ്ധതിക്ക് ഒരു ടാങ്ക് ഉണ്ട്. ഇത് രണ്ടും സൗജന്യമായി കൊടുത്തത് ആ പ്രദേശത്തെ വാർഡ് മെമ്പറും അന്ന് CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറുമായിരുന്ന സഖാവ് KP ബാവാക്കയാണ്. KP ബാവാക്ക സൗജന്യമായി കൊടുത്ത ഭൂമിയിൽ അവിടെ കിണറും വന്നു, അവിടെ കുടിവെള്ള പദ്ധതിയും വന്നു. അത് ആളുകൾക്ക് നടപ്പിലാക്കി തുടങ്ങുകയും ചെയ്തു. ഇത് ചോദിക്കാനുള്ള യാതൊരു അവകാശവും യഥാർത്ഥത്തിൽ ആ പൊറ്റോടിയിലെ ഒരൊറ്റ ലീഗർക്കില്ല. ഉള്ളത് പറയാലോ, ആ വാർഡിനകത്ത്, ഞാൻ പൊറ്റോടിയിൽ എന്നല്ല പറഞ്ഞു, ആ വാർഡിനകത്ത് ഞാൻ പറയട്ടെ, ഈ കുടിവെള്ള പദ്ധതി വളരെ കൃത്യമായി ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അത്യാവശ്യത്തിന് ആളുകൾക്ക് വെള്ളം കിട്ടുന്ന സംവിധാനമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അവിടെയുള്ള ഒരാളുകൾക്കും ഈ പരാതിയില്ല. ഈ പരാതി ഈ പറയുന്ന ചില ആളുകളുടെ മാത്രം പരാതികളാണ്. എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ഈ പൊറ്റോടി കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ ഒരു വാർഡ് മെമ്പർ ഈ പ്രദേശത്തുണ്ടായിരുന്നു? നിങ്ങൾ ആരെങ്കിലും അവിടെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളൊക്കെ ഒരു സംഘടനയല്ലേ, രാഷ്ട്രീയ പാർട്ടിയും സമരമൊക്കെ നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും അനുഭവം ഉണ്ടോ നിങ്ങൾക്ക്? അല്ല, KP ബാവാക്കാന്റെ ജനപ്രീതി നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അയാൾ അതിനനുസരിച്ച് നല്ലൊരു വ്യക്തിയാണ്. അല്ല, അവിടെ ലീഗിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നില്ലേ? പൊറ്റോടിയിലെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെയൊക്കെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഭൂമിയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നില്ലേ? ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞ KP ബാവാക്കാന്റെ ജനപ്രീതിയും വെച്ച് കുടിവെള്ള പദ്ധതിക്ക് നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ തടസ്സങ്ങൾക്ക് ഒരു പ്രതിരോധം സൃഷ്ടിക്കരുത്. ഒരു തടസ്സമില്ല. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ 8 ലക്ഷം രൂപ ചെലവഴിച്ച് എവിടെയാണ് പൊതുകിണർ സ്ഥാപിച്ചത്? നിങ്ങൾ പറഞ്ഞ KP ബാവാക്ക ഭൂമി കൊടുത്ത് അവിടെ കിണർ സ്ഥാപിച്ചത് പോലും UDFന്റെ ഭരണകാലത്താണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി ഇല്ല. ചോദ്യം എനിക്ക് ക്ലിയർ ആയിട്ടില്ല, ഞാനത് കൃത്യമായിട്ട് അറിയില്ല. അല്ല, തർക്കിയല്ല, കാര്യങ്ങൾ പറയൂ, കാര്യങ്ങൾ ചോദിക്കും. തുപ്രംകോട് പഞ്ചായത്തിൽ നിന്നും താനൂർ മണ്ഡലത്തിലേക്കും പൊന്നാനി മണ്ഡലത്തിലേക്കും കുടിവെള്ളം എത്തിച്ച് പദ്ധതി പൂർത്തീകരിച്ചു. അതേസമയം തുപ്രംകോട് പഞ്ചായത്തിലെ നമുക്കറിയാം പാലത്തോറമ്പ് കുടിവെള്ള പദ്ധതി, മുള്ളമ്മട കുടിവെള്ള പദ്ധതി, ചെറിയർപ്പൂർ കുടിവെള്ള പദ്ധതി, ഇതൊക്കെ നിലവിൽ നിശ്ചലാവസ്ഥയിലാണ്. നിലവിൽ നമുക്കറിയാം ഇമ്പിച്ച ഹോസ്പിറ്റലിലേക്ക് ചെറിയർപ്പൂരിൽ നിന്ന് കുടിവെള്ള പൈപ്പ് കൊടുത്ത് അത് പൂർത്തീകരിച്ച്. അതേസമയം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരൊറ്റ കുടിവെള്ള പദ്ധതി പോലും തുപ്രംകോട് പഞ്ചായത്തിൽ എന്നല്ല തവനൂർ മണ്ഡലത്തിൽ പോലും പൂർത്തീകരിക്കാൻ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് MLAക്കോ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിക്കോ കഴിഞ്ഞിട്ടില്ല. ഇത് MLAയുടെയും ഇവിടുത്തെ ഭരണത്തിൻ്റെയും അനാസ്ഥയല്ലേ? ഒറ്റ കാര്യം എനിക്ക് അവരോട് പറയാം, നിങ്ങൾ എൻ്റെ കൂടെ വരൂ.
ഈ പറഞ്ഞ പദ്ധതികളൊക്കെ ഇപ്പൊ നിലവിൽ തൃപ്രങ്കോട് പഞ്ചായത്തിൽ വലിയ പ്രയാസമില്ലാതെ നടക്കുന്ന പദ്ധതികൾ. ഞാൻ പൂർണ്ണമായിട്ടും പറയട്ടെ, ചെറിയ പറപ്പൂർ പദ്ധതി പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിട്ടുണ്ട്. പറയട്ടെ, ചെറിയ പറപ്പൂർ പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. ഞാൻ തർക്കിക്കാനില്ല. എന്താണ് മണി അതെ പറയട്ടെ. പാലോത്ത് പറമ്പ് ഇതാ ഇപ്പൊ പറയുന്ന മുസ്തഫാജി വികാരം കൊള്ളുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം മെമ്പർ ആയിരിക്കുന്ന സമയത്ത് പറയട്ടെ സുബ്രഹ്മണ്യ പറയട്ടെ, മുസ്തഫാജി മെമ്പർ ആയിരിക്കുന്ന ആ ബോർഡിലാണ് പാലോത്ത് പറമ്പ് പള്ളിയുടെ അടുത്തുള്ള ആ ടാങ്കിൽ നിന്ന് ഈ മുക്കലപ്പീടിയയില് അതുവരെ വെള്ളം വന്ന് പമ്പ് ചാടിയിട്ടുണ്ട്. ഇന്ന് അവിടെ എന്താണ് അവസ്ഥ? അവിടുത്തെ ടാപ്പ് വെള്ളം വന്നിട്ടില്ല, വെള്ളം വന്നിട്ടില്ല. പച്ചക്കള്ളം വിളിച്ചു പറയരുത്. എന്റെ പ്രദേശമാണത്, എനിക്കറിയാം. പ്രദേശത്ത് തർക്കിക്കാണ് എല്ലാം ഇപ്പൊ പോയോ ആങ്കർ പോയി നോക്കിയാൽ മതി. വേണ്ട ഞങ്ങളെ തർക്കത്തിലില്ല, തർക്കത്തിലില്ല മണി, ഞങ്ങളെ തർക്കത്തില്ല. ആങ്കർ പോയി നോക്കട്ടെ, ആങ്കർ പോയി നോക്കട്ടെ. ഒരു മിനിറ്റ്. പാലോത്ത് പറമ്പിൽ മുക്കിലപ്പീടിയുടെ അവിടെ ടാപ്പിൽ വെള്ളം വന്ന് ചാടിയിട്ട് അങ്ങനെ പൊള്ളു പറയുന്നത്. അവിടെ ടാപ്പ് സ്ഥാപിച്ചിട്ടുണ്ടോ? അവിടെ ടാപ്പ് സ്ഥാപിച്ചിട്ടുണ്ടോ? അവിടെ ടാപ്പ് സ്ഥാപിച്ചിട്ടുണ്ടോ? വെള്ളം ചാടിയിട്ടുണ്ട്. ഇന്ന് പാലോത്ത് പറമ്പിന്റെ അവസ്ഥ. നിങ്ങളാണ് ബഹളം ഉണ്ടാക്കിയത്, നിങ്ങളാണ് ബഹളം ഉണ്ടാക്കിയത്. അല്ല അതെന്താ അറിയോ? ഒരു മിനിറ്റ് പ്ലീസ് സൈലന്റ്. മണി മുസ്തഫാജി അടങ്ങിയില്ല. മുസ്തഫാജി അടങ്ങിയിരിക്കും. ബഷീറ അല്ല ഇവിടെ സദുദ്ധ അല്ല നമ്മള് തർക്കത്തിലേക്ക് പോകരുത് പ്ലീസ്. തർക്കത്തിലേക്ക് പോകരുത്, കാര്യങ്ങൾ പറയാം. ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ വരട്ടെ. ഒരു ചോദ്യം, കാര്യങ്ങൾ ചോദിച്ചോളൂ. ഹലോ, ഇവിടെ സംസാരിക്കും. ഇവിടെ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഇവിടെ ബഹളുണ്ടാക്കിയത് UDF ആണ്. വളരെ വാശിയേറിയ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഈ ചർച്ചയുടെ ഒരു പ്രതിഫലനം തീർച്ചയായും പോളിംഗ് ബൂത്തിൽ ജനം രേഖപ്പെടുത്തും. നാട്ടുപോരിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു തിരഞ്ഞെടുപ്പ് ചർച്ചയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.